മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി കുട്ടി, നല്ല രസമുള്ളൊരു പാട്ടാണ്. ഇതിന്റെ കമന്റ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു വാക്ക് KJ ജോയ്, അതായത് ജോയേട്ടനെ കുറിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ജോയ് ചേട്ടന്. അന്ന് മദ്രാസിലെ സംഗീത സംവിധായകർക്കൊക്കെ പൈസയൊക്കെ ഉണ്ട്. ജോയ് ചേട്ടൻ അന്ന് റിച്ചസ്റ്റ് ആയിട്ടുള്ള സംഗീത സംവിധായകനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു 2-3 ബെൻസ് കാർ എപ്പോഴും കാണും, ഒരു 25 കീബോർഡ്. നടന്നു വന്ന് നമുക്ക് പാട്ടൊക്കെ പറഞ്ഞു തരുന്ന, ഞാൻ പാടിയിട്ടില്ല, പക്ഷേ ദാസേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു കലയായിരുന്നു. അദ്ദേഹം ഒരുപാട് നല്ല 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 പാട്ടുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ അക്കോർഡിയനാണ്. അക്കോർഡിയനിലൊരു കളി കളിക്കും, അതായത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം. അത് അക്കോർഡിയനാണോ അതോ അദ്ദേഹത്തിൻ്റെ വിരലുകളാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അക്കോർഡിയൻ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മാസ്മരമായിട്ടുള്ള ഒരു ശക്തിയാണ് അദ്ദേഹം അത് പ്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് മോള് പാടി, രസമായിരുന്നു. ഇതിനകത്ത് 2 ഡൗട്ടുള്ളത്, ഈ മലരായി വിരിയും നീ, അതിനകത്ത് വാണിയമ്മ ഒരു സംഗതിയും ദാസേട്ടൻ വേറെ സംഗതി, അങ്ങനെയാണോ? അതൊന്ന് പാടിക്കുന്നു. അതുണ്ട്, അല്ലാതെ വേറൊന്ന് പാടിയില്ല മോള്. അങ്ങനെയുണ്ടല്ലേ, രണ്ടും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ജീവനിൽ ഉണർന്നു, അതൊന്ന് പാടാവൂ. ജീവനിലുണർന്നു സായുജ്യം മൃതസഞ്ജീവനി നീനിക്കരുളി ക്ലാരിറ്റി വേണം ജീവനിൽ. മോളെ അത് പാടുമ്പോഴത്തേക്ക് ഇത് ഒരു ക്ലാരിറ്റി വേണം. ജീവനിൽ, അതല്ലേ ആദ്യം, ജീവനിൽ രണ്ടാമത്തെ ആണോ? അപ്പൊ അത് രണ്ടും അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പാടണം. മോക്കൊരു വെപ്രാളമില്ല, എന്ത് പറ്റിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എവിടെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉദ്ഘാടനം വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ തുടക്കം തന്നെ മറഞ്ഞിരുന്നാലും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കേറി അങ്ങ് പാടുക. അതായത് ആ താളത്തിൽ അന്ന് ചാടി പോവാ അങ്ങോട്ട്. പാടിപ്പിക്കുമ്പോ ഭയങ്കര സന്തോഷത്തില് എങ്ങനെയും പറഞ്ഞു തീർക്കടേ, ഞാൻ പോട്ടെന്ന് പറഞ്ഞ രീതിയിൽ. നല്ല ശബ്ദം കേട്ടോ, ക്ലാരിറ്റി ഓഫ് വോയിസ് ഈസ് വെരി ഗുഡ്. അതുകൊണ്ട് മോൾക്ക് ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, റിലാക്സ്ഡ് ആവണം പാടുമ്പോൾ കേട്ടോ. വേറൊന്നുമില്ലല്ലോ, ഇപ്പൊ വിടാം കേട്ടോ. രണ്ടുപേരും ഉണ്ട്. ഗിവ് മീ 5 minutes പ്ലീസ്. ശ്രീലക്ഷ്മി കുട്ടി, പാട്ടിന്റെ സെലക്ഷൻ നന്നായിരുന്നു. പാട്ട് ശ്രീകുട്ടങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും സംഗതികളുടെ ക്ലാരിറ്റി, ധൃതി കുറയ്ക്കുക, ശ്രുതിയും ശ്രദ്ധിക്കണം. പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ അങ്ങ് പോയി. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് ചെറിയ കുട്ടികളിയല്ലല്ലോ. ഇത് ടോപ്പ് സിംഗർ സീസൺ 5 ഇവിടെ വരെ എത്തി, കുറെ ഗ്രൂമിങ് കിട്ടി, ഇത്രയും പാട്ടുകൾ പാടി. എന്നിട്ടും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നല്ല ശബ്ദം, ക്ലാരിറ്റിയുള്ള ശബ്ദം. ക്ലാരിറ്റി മാത്രമല്ല, ഡെപ്തും ഉണ്ട് ആ വോയിസിൽ കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീലക്ഷ്മി കുട്ടി, നമ്മൾ ഇതിന്റെ ഒരു സാഡ് വേർഷൻ ആണ് എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്നത്. അതെ അതെ. പക്ഷെ ഇത് നമ്മൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സംഗതി വരെ ഈ ഏതായിരുന്നു അത്, ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ. പക്ഷെ വാണിയമ്മ പാടിയപ്പോഴുള്ള ഈ സംഗതി പോലും ഒരുപക്ഷെ മോള് പാടിയപ്പോഴാണ് കൂടുതൽ നമ്മള് മറ്റേ വേർഷനുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കാണല്ലോ. എന്തൊരു ആഘോഷമായിരുന്നു, എന്തൊരു പോസിറ്റിവിറ്റിയാണ്. എന്ത് മിസ്റ്റേക്ക് പറഞ്ഞാലും കുറച്ചു നേരത്തേക്ക് പോലും മുഖം വാടാതെ. എനിക്കിങ്ങനെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ, ഞാൻ അവരെ ചുമ്മാതെ പോലും ഫോൺ വിളിക്കും. കാരണം എപ്പോഴും എന്ത് പ്രശ്നം, അവർ രാവിലെ തൊട്ട് രാത്രി വരെ. എനിക്ക് വളരെ അറിയാവുന്നവരാണ് എന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചേച്ചി, ഉദാഹരണം. ഒന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേലും ആ മുഖത്തോട്ട് നോക്കിയ ഈ ആട്ടത്തോട് അതുപോലത്തെ ഒരാളാണ് മോള് എന്ന് കേട്ടോ. ഈ ഹാപ്പിനെസ് എന്നും അങ്ങോളെ ലൈഫിൽ ഉണ്ടാവട്ടെ. നല്ല സൂപ്പർ സിംഗറാണ്, സൂപ്പർ സുര സുന്ദരി, ഭാവം മനോരഞ്ജനി. വീണ്ടും പാടുണ്ടാവോ, നല്ല ശബ്ദവും കണ്ണു കെട്ടാണ്ടിരിക്കട്ടെ. ഉറപ്പായിട്ടും ഒരു പ്ലേബാക്ക് സിംഗർ ആവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 98 out of 100. Thank you.
ആടി ഒരു KJ ജോയ് പൂക്കുറ്റി.